എന്താണ് ചിരിക്കുന്നത്? ക്ലിഫ് ഹൗസിൽ മരപ്പെട്ടി മുള്ളി എന്ന മുഖ്യമന്ത്രിയുടെ ഡയലോഗ് വായിച്ചിട്ടാ? മൊത്തം കോമഡിയാണ്. അതായത് ഗവർണർ പിടിച്ചു വെച്ച ലോകായത്ത ബില്ല് ഉണ്ടല്ലോ, പ്രസിഡന്റ് അയച്ചത്, അത് രാഷ്ട്രപതി ഒപ്പിട്ട് അത് അംഗീകരിച്ചോടുകൂടി ഒരു കാര്യം തീരുമാനമായി. എന്തൊക്കെയായിരുന്നു ഓർഡർ ഓർഡർ അടിയ ഉത്തരവ് ആരവിടെ ഇപ്പൊ പാവനായി ലോകായിട്ട്. ശരിയാണ്. ശരിക്കും പറഞ്ഞാലേ ഈ ലോകായത്ത കെട്ടിടം നിൽക്കുന്നില്ലേ നിയമസഭാ ഹാളിന്റെ, അത് പൊളിച്ചു കളയണം. എന്നിട്ട് അവിടെ KM ഷാജിയുടെ മറ്റേ ഇഞ്ചി കൃഷിയില്ല, ഈ ലോകായുക്തയുടെ കാര്യമാണ് നിൽക്കട്ടെ. ഈ ഗവർണർ വേറെ 2-3 ബില്ല് കൂടെ പിടിച്ചു വെച്ചില്ലായിരുന്നു. അതിന് കാര്യം എന്തുവാടാ അവരാക്കി. അതല്ല, ഞാൻ ആ ഗവർണർ റോഡിൽ കുത്തിയിരുന്ന പുള്ളിയുടെ മുഖം ആലോചിച്ച് ചിരിച്ചു പോയതാ. ഒന്ന് ചുമ്മാരിടാ. അല്ലടാ, ശരിക്കും ഈ ലോകായുക്തയുടെ വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എടാ, ഉദ്ദേശമൊക്കെ നല്ലതായിരുന്നു. അതായത് ഏതെങ്കിലും അഴിമതിക്കാരെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ലോകായത്തയ്ക്ക് ഒരു വെള്ള പേപ്പറിൽ 150 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മൾ കൊടുക്കണം. അപ്പോൾ തന്നെ IG റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിച്ചിട്ട് ലോകായത്തയ്ക്ക് കൈമാറും. അപ്പോൾ നമുക്ക് അഭിഭാഷകനില്ലേ പോലും ലോകായുക്ത അഭിഭാഷകരെ വെച്ച് ഈ കേസ് വാദിക്കും. തീർന്നില്ല, മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി, മന്ത്രിമാര്, പാർട്ടി നേതാക്കൾ പോലും അകത്താകാൻ വകുപ്പുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നല്ലോ EK നായനാർ സഖാവ് അന്ന് ലോകായുക്ത നിയമം കൊണ്ടുവന്നത്. കാരണം ഈ പുതിയ നിയമം അനുസരിച്ച് മന്ത്രിമാർക്കെതിരെ ഒരു വിധി വന്ന ലോകായുക്ത എന്നാ ചെയ്യാനാ? പ്രതിപക്ഷ നേതാവിനോട് സമരാഗ്നി പത്രസമ്മേളനത്തിനിടയിൽ പ്രതിപക്ഷ നേതാവിനോട് KP സുരേന്ദ്രൻ പറയുന്ന ഡയലോഗില്ലേ, ലോകായുക്തയുടെ അവസ്ഥ. അല്ല, ഞാൻ ആലോചിക്കുന്നേ, ഈ ലോകായുക്ത വിധി കാരണം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട നമ്മുടെ KT ജലീലില്ലേ, പുള്ളി എന്തായിരിക്കും ആലോചിക്കുന്നത്? ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാത്ത എന്താടാ വിജയ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോടോ മോനെ ദാസ. അതായത് നായനാർ സർക്കാരിന്റെ കാലത്ത് തോന്നി ലോകായുക്തയ്ക്ക് സ്വല്പം കടുപ്പം വേണം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തോന്നി കടുപ്പം അത്ര വേണ്ട, അത്രേ ഉള്ളൂ. അഴിമതിയില്ലേ പിന്നെ എന്നത്തിനാണ് ഈ ലോകായുക്ത പിരിച്ചു വിടാൻ പിള്ളച്ചോ? അതല്ല, ഈ പല്ലു കൊഴിഞ്ഞ ലോകായുക്തയ്ക്കും സർക്കാർ ശമ്പളം നൽകുമല്ലേന്നേ? പിന്നെ കൊടുക്കണ്ടേ? എടാ, ഈ ലോകായുക്തയുടെ കെട്ടിടം ഉണ്ടല്ലോ നിയമസഭയ്ക്കകത്ത്, അത് പ്രവർത്തിക്കാൻ വേണ്ടി വാർഷിക ചെലവ് എന്ന് പറയുന്നത് 5 കോടിക്ക് മുകളിലാണ്. പിന്നെ ലോകായുക്ത, ഉപലോകായുക്ത ഇവരുടെ ശമ്പളം, അതിന്റെ വാർഷിക ചെലവ് വരുമ്പോൾ ഏകദേശം 57 ലക്ഷം രൂപ വരും. പല്ലും നഖവും ഉണ്ടായിരുന്ന കാലത്ത് ലോകായുക്തയ്ക്ക് 2017 1673 കേസുണ്ടായിരുന്നു. ഇപ്പൊ 20 കേസേ ഉള്ളൂ. അപ്പൊ ഈ പല്ലും നഖവും ഇല്ലാതാവുന്ന ലോകായുക്തയിലേക്ക് എത്ര കേസ് വരാനാണ്? അതാണ് പറഞ്ഞത്. ആ സ്ഥിതിക്ക് സർക്കാരിന്റെ കോടികൾ ദുർച്ചെലവ് നടത്തുന്ന ലോകായുക്തയെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോകായുക്തയ്ക്ക് തന്നെ വാർത്താവർത്തമാനം ഒരു പരാതി നൽകാൻ തീരുമാനിക്കുകയാണ്. യെസ്, യുവർ ഓണർ.